കാറ്റഗറി എന്ന് പറഞ്ഞത് 3 ഇയർ റെസിഡൻസ് ILR ആണ്. PR കിട്ടണമെന്നുള്ള റെസ്ട്രിക്ഷൻ ഇല്ല. ഞാനത് പറയാൻ കാരണം എൻ്റെ സുഹൃത്തിൻ്റെ വെച്ച് ഒരു 2 ഇയർ ആയിട്ടുണ്ടാകുള്ളൂ. പക്ഷേ 3 ഇയർ ആയില്ല എന്നുള്ള കാര്യത്തിൽ പുള്ളിക്കാരത്തേക്ക് അപ്രന്റീസ്ഷിപ്പ് കിട്ടിയില്ല. 3 ഇയർ റെസിഡൻസ് ആണ് അവർ പറയുന്നത്. യൂണിവേഴ്സിറ്റീസിനാണെങ്കിൽ നേരെ തിരിച്ചാണ് ILR വേണം. സെലക്റ്റഡ് ആയോ? അത് ഡിപ്പെൻസ് ഓൺ ഇതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം 3 ഇയർ ഏത് കമ്പനിയായിരുന്നു അപ്ലൈ ചെയ്തത്? ഓക്കെ, അത് ഞാൻ കൺഫേം ചെയ്യാം. പിന്നെ വേറെ പിന്നെ അപ്പം യൂണിവേഴ്സിറ്റി പറഞ്ഞ പേര് നാൻസി ചോദിച്ചാൽ ആ ഡൗട്ടിന് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. ഈ 3 ഇയർ ആണോ ILR ആണോ കാര്യം. എൻ്റെ ഒരു സ്വാഭാവികമുള്ള അണ്ടർസ്റ്റാൻഡിങ് 3 ഇയേഴ്സ് റെസിഡൻസ് ആണ് ആപ്ലിക്കൻ്റെ റിക്വയർമെന്റ്. കാരണം എൻ്റെ നോട്ടിക്കാൻ സുഹൃത്തിൻ്റെ പേര് റീസെന്റ് ഒരു കമ്പനി ചെയ്താണ് അതിനുള്ള മോഡൽ. ഈ ഒരു സെലക്ടഡ് ആപ്ലിക്കൻ്റെ പക്ഷേ 3 ഇയർ റെസിഡൻസ് എന്നുള്ളത് ഒരു ഇത് വെച്ചിട്ട് അവർ കിട്ടിയില്ല. അപ്പം എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അതാണ്. കൂടുതലായിട്ട് റെഫർ ചെയ്യാൻ പറയാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് വേറൊരു അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി ലെവലിലെ പിള്ളേരുടെ കാര്യം സംസാരിച്ചു. ഇനി പറയാനുള്ളത് ചെറിയ പിള്ളേരുടെ ഇയർ. അതിനകത്ത് ആദ്യം പറഞ്ഞു ഗോവനോട് ഞാൻ സംസാരിച്ചതുപോലെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ നാട്ടിലത്തെ എങ്ങനെ പഠിച്ചോന്നു അത് അങ്ങനെ സൈഡിൽ നിന്നോട്ടെ. കൊച്ചു നിന്നാണ് നല്ല കാര്യം. പക്ഷെ ഇവിടുത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു മെത്തേഡ് തന്നെ ഇവിടെ ഫോളോ ചെയ്താൽ പറയാം. ഇവിടെ സ്കൂളിലെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ ചോദിച്ചാൽ അവർ പറയും ഏത് സിലബസാണ് മാത്സിനും അല്ലെങ്കിൽ ഇംഗ്ലീഷിനും അല്ലെങ്കിൽ സയൻസിനും അവർ ഏത് സിലബസാണ് ഫോളോ ചെയ്യുന്നത് നമ്മൾ പറയും. അപ്പോൾ അത് നമുക്ക് ഓൺലൈനിൽ അതിനുള്ള ആർട്ടിക്കിൾസ് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളും കൂടെ കുറച്ച് പഠിപ്പിക്കണം. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു ഗ്രാമർ സ്കൂൾ അഡ്മിഷൻ എന്ന ഗ്രാമർ സ്കൂൾ എന്നൊരു സിസ്റ്റം ഇവിടെ ഉള്ളത് ആർക്കൊക്കെ അറിയാലോ അല്ലേ? കുറച്ച് പേർക്ക് വിശ്വസിക്കുന്നു. അതൊക്കെ അറിയാം. അപ്പം ഇയർ 4 ശരിക്കും പറഞ്ഞാൽ ഐഡിയലി ഇതിന്റെ അഡ്മിഷൻ ടെസ്റ്റ് നടക്കുന്നത് ഇയർ 6-ലാണ്. ഇയർ 6-ൽ സ്റ്റാർട്ട് ചെയ്യാം. ഇയർ 6 കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഈ സെപ്റ്റംബറിലാണ് ഗ്രാമർ സ്കൂളിലുള്ള എക്സാം. ഇയർ 7-ലേക്ക് നമ്മുടെ നാട്ടിലത്തെ നമ്മൾ നവോദയ സ്കൂൾ എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞത് ഒരു സ്പെഷ്യൽ ഗ്രേഡ് സ്കൂളാണ്. ഫീസ് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിൻ്റെ അഡ്മിഷൻ കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നടക്കുന്ന ഈ ഇയർ 6-ന്റെ സ്റ്റാർട്ടിൽ സെപ്റ്റംബറിൽ ഇപ്പോൾ അടുത്ത 15-ാം തീയതിയാണ് ഈ വർഷത്തെ എക്സാം. ഒരുമാതിരി 15-16 തീയതികളിലാണ്. അതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ, നല്ല പ്രശ്നമുള്ള പിള്ളേർ, നല്ല അതിന് ടോപ്പ് സ്കോർ പഠിക്കുന്ന പിള്ളേർക്കാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അതിനകത്ത് ഇപ്പം പലരും പറയുന്നത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്, കൊച്ചിനെ പഠിപ്പിക്കേണ്ട, ഗ്രാമർ സ്കൂളിൽ വിടണ്ട, അവൻ എങ്ങനെയെങ്കിലും പഠിപ്പിക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കുട്ടി നല്ല ലെവലിൽ കരിയറിൽ എത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുമെങ്കിലും ചെയ്യണം. അതാണ് പറയുന്നത്. ഇപ്പം സാർ ഞാനൊരു കാര്യം പറയും. എനിക്ക് 5 കുട്ടികളാണ്. അതിൽ 3 പേര് ഗ്രാമർ സ്കൂളിലാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ കുട്ടിയുടെ കേസ് പറഞ്ഞാൽ അവളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അവൾക്ക് മിനിമം സ്കോറിലാണ് അവൾ ഗ്രാമർ സ്കൂളിൽ അവൾ അഡ്മിഷൻ കിട്ടിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം GCSE റിസൾട്ട് വന്നപ്പോഴത്തേക്കും അവർക്ക് ഏറ്റവും മൂത്ത കുട്ടികൾ ഭയങ്കര എന്നുവെച്ചാൽ മാസീവായിട്ട് സ്കോറായി. ഒരു 8, 9, 2 8 ഡബിൾ എയും ഒരു 2 സിംഗിൾ എയും ആണ് അവർക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഗ്രാമർ സ്കൂളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അവളുടെ കൂടെ എല്ലാവരും ഉള്ള പിള്ളേരെ പഠിക്കുന്ന അപ്പോൾ ഭയങ്കരമായിട്ട് പിയർ ഗ്രൂപ്പ് പ്രശ്നം വരും. പിള്ളേർ നന്നായിട്ട് പഠിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചാൻസ് അതുകൊണ്ട് നിങ്ങളുടെ കുട്ടി ഒരു ആവറേജ് ആണെങ്കിൽ മതി. എപ്പോൾ ആവറേജ് ഓവർ വേണമെന്ന് ഞാൻ പറയില്ല. ആവറേജ് ആണെങ്കിൽ ഫസ്റ്റാണ് നിങ്ങൾ അതിന് ട്രൈ ചെയ്യണം. അതിനകത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് ഇയർ 3 മുതൽ പഠിപ്പിച്ചു തുടങ്ങാം. ഇയർ 3 ഇവിടെ കുമോൺ എന്ന് പറഞ്ഞൊരു സംഘമുണ്ട്, അറിയാലോ അല്ലേ? കുമോൺ എന്ന് പറഞ്ഞൊരു ട്യൂഷനുണ്ട്. കുമോൺ ട്യൂഷൻ സെന്റർ സെർച്ച് ചെയ്താൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണും. അത് ഇയർ 3 മുതൽ പഠിപ്പിച്ചു കൊടുക്കുക. ഇയർ 4, ഇയർ 5 ഗ്രാമർ സ്കൂളിന്റെ കോച്ചിങ് സെപ്പറേറ്റ് കൊടുക്കുക. ഇപ്പം ഞാൻ ഈ ഗവൺമെന്റ് കൊച്ചിനൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇയർ 4ഉം 5ഉം പഠിപ്പിക്കുക. ഇയർ 6-ലാണ് എക്സാം. ശരി. അപ്പം അതുകൊണ്ട് നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്. ഇപ്പം നമുക്ക് ചുമ്മാ ഒരു ഇതിന് പറയാം നമ്മുടെ കൊച്ച് അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ഇഷ്ടമുള്ള പഠിക്കട്ടെ, അവൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കും. അങ്ങനെ ഒരിക്കലും കരുതരുത്. നമ്മൾ ചെറുതായിട്ടൊരു പുഷ് പിള്ളേർക്ക് കൊടുക്കണം. കാരണം ഇവിടുത്തെ എന്ന് വെച്ചാൽ പിള്ളേർക്ക് ഗെയിം കളിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് പുറത്തു പോയി പിള്ളേരോട് കളിക്കുക അങ്ങനെയൊക്കെ ഇവർ കാണുന്ന ടെൻഡൻസി അതാണ് ശരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും പിള്ളേർക്ക് എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കണം. കാരണം ദാറ്റ് വിൽ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അവരുടെ കരിയറിൽ, അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല ജോലി കിട്ടുന്നതിൽ, നല്ല ജീവിത സാഹചര്യം ഉണ്ടാകുന്നതിൽ അത് വരയ്ക്കും. സാർ ഞാൻ പറയും, സപ്പോസ് ഒരു കുട്ടിക്ക് ആവറേജ് ആയിട്ടുള്ള
അവറേജ് പഠിക്കുന്ന കുട്ടി അവനെ നമ്മൾ അവനെല്ലാം അവിടെ നമ്മൾ വേണമെന്ന് ശ്രദ്ധിച്ചില്ല. അപ്പോൾ സാധാരണ ഒരു കൗൺസിൽ സ്കൂളിൽ പോയി, അല്ലെങ്കിൽ കാത്തലിക് ലോക്കൽ സ്കൂളിൽ ഇറങ്ങി പോയി 7ാം ക്ലാസ് പോലെ 11ാം ക്ലാസ് വരെയുള്ള പഠിത്തം. അവിടെ അവന് അപ്പൊ അവന്റെ കൂടെ കാണുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് യൂട്യൂബേഴ്സ് ആണ്, കുറച്ച് പേര് സ്പോർട്സ് ആണ്. അപ്പൊ അവന്റെ ഒരു എന്താ പറയുന്നത്, അവന് പഠിക്കാനുള്ള പ്രശ്നമില്ല, എന്തെങ്കിലും പഠിച്ച് തിരിച്ചു വരുന്നു. അപ്പൊ നമ്മൾ കൊച്ചു പോകുന്നത്, പക്ഷെ അതല്ല, പിന്നെ അപ്പുറൊരു വീടുണ്ട്, നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നു, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലകളും സാഹചര്യങ്ങളും ഉണ്ട്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. നമ്മളിവിടെ വന്ന് കഷ്ടപ്പെടുന്നത്, നമ്മൾ ഓരോരുത്തരും വന്ന് കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് കരിയർ എല്ലാം നല്ല ലെവലെത്താൻ വേണ്ടിയിട്ടാണ്. അവരെത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പം ഇതേക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പേഴ്സണൽ നമ്പർ എടുത്തുണ്ട്, ചോദിച്ചാൽ മതി, ഞാൻ മറുപടി തന്നോളാം കേട്ടോ. പിന്നെ അപ്പറേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട ക്ലിയർ ചോദിച്ചിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. പിന്നെ കൂടുതൽ പിള്ളേർക്ക് ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ അതും പറഞ്ഞുതരാം. പിന്നെ ഗ്രാമ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇയർ 4ലും 5ലും പിള്ളേർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്താൽ മതി. അതിന് ട്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പിന്നീട് ആർക്കെങ്കിലും നിങ്ങളുടെ സമയം ഞാൻ അഭികരിക്കുന്നില്ല, ഞാൻ ഓൾറെഡി താമസിച്ചു. വെരി സോറി ഫോർ ദാറ്റ്. നിങ്ങളെല്ലാവരും ഉണ്ടാകാൻ വേണ്ടി റെഡിയായിട്ട് എനിക്കറിയാം. താങ്ക് യു. നമുക്ക് എല്ലാവരുടെ ഒരു കാര്യം ഒപ്പന്നിട്ടുണ്ട്. ഈ വരുന്ന ഇയറില് നമുക്ക് വെസ്റ്റ് പ്രോമിച്ചിൽ വെച്ച് പുള്ളിക്കാരുടെ ട്യൂഷൻ അറേഞ്ച് ചെയ്യാന്നുള്ളത് അത് വൈച്ചേട്ടൻ നമ്മൾ നോക്കി ആലോചിക്കുന്നുണ്ട് വൈച്ചേട്ടൻ. അപ്പൊ നമുക്കൊരു ഒപ്പ് തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വൈച്ചേട്ടൻ നമ്പർ ബോബച്ചേട്ടൻ എടുത്ത് അല്ലെങ്കിൽ എന്റെ അടുത്ത്, നമ്മുടെ കമ്മിറ്റി അങ്ങനെ ആരുടെ അടുത്ത് വൈച്ചേട്ടൻ നമ്പർ ഉണ്ട്. അപ്പൊ എല്ലാവരും വൈച്ചേട്ടൻ, പിന്നെ വൈച്ചേട്ടൻ നമ്മുടെ ഒരു സ്പോൺസറും കൂടെയാണ്. അത് രാവിലെ പറയാതിരുന്നത് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, അതൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും തെരേസാസ് നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ടോണ്ടിരിക്കുന്നത്. തെരേസാസിന്റെ ഈ ബർമിംഗാമില് എല്ലാ ബർമിംഗാം ലണ്ടൻ അല്ലെ, തെരേസാസ് ലണ്ടൻ എന്ന് പറയുന്ന പ്രസ്ഥാനം എന്റെ വൈഫും എന്റെ പെണ്ണും കൂടെ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ അതിന്റെ മുമ്പേ ഇങ്ങനെ പോസ്റ്റ് കൊണ്ടിടാൻ പോകുന്നത് വേറെ. അപ്പൊ വൈച്ചേട്ടൻ ഒത്തിരി നന്ദി പറഞ്ഞുകൊടുക്കുന്നു. വൈച്ചേട്ടൻ പോവുകയാണ്. വാൾസാൾ നമ്മുടെ വാൾസാൾ കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പർ കൂടിയാണ്. പുള്ളിക്ക് സമയമില്ലാത്ത സമയത്ത് നമ്മുടെ ഇവിടെ എത്തിയതാണ്. അപ്പം അടുത്ത സമ്മാനം വൈച്ചേട്ടന് സമ്മാനം നൽകാൻ വൈച്ചേട്ടൻ ചോദിക്കുകയാണ്. നമ്മുടെ കളറിംഗ് മത്സരം, നമ്മുടെ 23-ാം തീയതി കളറിംഗ് മത്സരം നടത്തിയിരുന്നു പിള്ളേരുടെ. ആ കളറിംഗ് മത്സരത്തിന്റെ ഫസ്റ്റ്, സെക്കൻഡ് എന്നീ മത്സരങ്ങളിൽ സമ്മാനം നൽകുന്നതായി വൈച്ചേട്ടൻ അതുപോലെ തന്നെ ആ പ്രൈസ് ഇവിടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും.